പൊതുഗതാഗത മേഖലയിൽ പുതുചരിത്രത്തിന് തുടക്കമിട്ട KSRTC ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകളുടെ സൗജന്യ യാത്രയ്ക്ക് തുടക്കമായി. തിരുവനന്തപുരം തമ്പാനൂർ ബസ് ടെർമിനലിൽ നടന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി VD സതീശൻ ആദ്യ യാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു. സ്ത്രീകൾക്ക് സർക്കാർ നൽകുന്ന ഔദാര്യമല്ല, അവരുടെ അവകാശമാണ് സൗജന്യ യാത്രയെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ആവേശത്തോടെയാണ് സംസ്ഥാനമെമ്പാടും സ്ത്രീകൾ പദ്ധതിയെ വരവേറ്റത്. സൗജന്യ സർവീസിന്റെ ആദ്യ യാത്രയിലും മുഖ്യമന്ത്രിയും മന്ത്രിമാരും സവാരിക്കാരായി. ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിക്കുന്ന പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതി ഇന്ന് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു. അധികാരത്തിലെത്തി ഒരു മാസം പിന്നിടുന്നതിന് മുൻപ് പറഞ്ഞ വാക്ക് പാലിക്കാൻ കഴിഞ്ഞു എന്ന ചാരുതാർത്ഥ്യത്തോടെയാണ് ഈ പദ്ധതി മുഖ്യമന്ത്രി ഇന്ന് നാടിന് സമർപ്പിച്ചത്. അതേസമയം ഈ പദ്ധതി ഓർഡിനറി ബസ്സുകളിൽ മാത്രമായി ചുരുക്കിയതിൽ വിമർശനം ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷം ചടങ്ങ് ബഹിഷ്കരിച്ചു. ഡ്രൈവർ VP ഷീല, കണ്ടക്ടർ ജയകുമാരി, യാത്രക്കാരായി നിറയെ സ്ത്രീകൾ, ഒപ്പം മുഖ്യമന്ത്രിയും മന്ത്രിമാരും. ആദ്യ യാത്ര തമ്പാനൂരിൽ നിന്ന് സെക്രട്ടേറിയറ്റ് വഴി പെരുമാതുറയിലേക്ക്. പ്രിയദർശിനി പദ്ധതിയുടെ ആദ്യ സവാരിക്ക് ഡബിൾ ബെല്ലടിച്ച ശുഭാരംഭം. ചരിത്ര വിജയം തന്നെയാണ്. വളരെ സന്തോഷം. പൈസ തന്നെ സേവ് ചെയ്യാൻ പറ്റും നമുക്ക്. സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യണം. ഇതൊരു റെസ്പെക്റ്റും കൂടെയാണ് സ്ത്രീകൾക്കുള്ള സർക്കാർ നൽകുന്നത്. സ്ത്രീകളെ അംഗീകരിക്കുന്നു. മഹിളകൾക്ക് ഒരു മുൻഗണന കിട്ടിയതിൽ വളരെ 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 സന്തോഷം. സംസ്ഥാനത്തെ 3125 ഓർഡിനറി ബസ്സുകളിലാണ് പ്രിയദർശിനി സൗജന്യ യാത്രാ സർവീസ് ലഭ്യമാവുക. നേരത്തെ തമ്പാനൂർ KSRTC ടെർമിനലിൽ ആഘോഷപൂർവ്വം നടന്ന ഉദ്ഘാടന ചടങ്ങിൽ മുഖ്യമന്ത്രി തന്നെയാണ് ആദ്യ സീറോ ടിക്കറ്റ് മുറിച്ചതും ആദ്യ യാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തതും. ഇത് സ്ത്രീകൾക്ക് നൽകുന്ന ഔദാര്യമല്ല, അവകാശമെന്ന് മുഖ്യമന്ത്രി. ഞാൻ ഇതിനെ കാണുന്നത് സ്ത്രീകൾക്ക് നൽകുന്ന ഒരു ഔദാര്യമായിട്ടല്ല. ഞാൻ കരുതുന്നത് ഈ പദ്ധതിക്ക് സാമൂഹ്യവും സാമ്പത്തികവുമായ പ്രതിഫലനങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുമെന്നാണ്. സോഷ്യോ ഇക്കണോമിക് ഇമ്പാക്ട്. പ്രിയദർശിനി സ്ത്രീ സൗജന്യ യാത്രയ്ക്ക് മലബാറിൽ ലഭിച്ചത് വലിയ സ്വീകാര്യതയാണ്. പക്ഷേ തെക്കൻ കേരളത്തെയും മധ്യ കേരളത്തെയും അപേക്ഷിച്ച് മലബാറിൽ KSRTC ബസ്സുകളുടെ എണ്ണത്തിൽ കുറവുണ്ടായത് ഈ ആനുകൂല്യം എല്ലാവർക്കും ലഭിക്കുമോ എന്ന ആശങ്ക കൂടി ഉയർത്തുന്നുണ്ട്. അധികൃതർ ഈ കാര്യത്തിൽ കൂടി ഇടപെട്ട മലബാറിൽ കൂടുതൽ ബസ്സുകൾ അനുവദിക്കണമെന്നാണ് സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും ആവശ്യം. ഇനി മുതൽ പ്രിയദർശിനി ഓർഡിനറി ബസ്സുകളിൽ സൗജന്യ യാത്ര ചെയ്യാനൊരുങ്ങുന്ന ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും അൺലിമിറ്റഡ് സന്തോഷം. ഒരുപാട് സന്തോഷം. പ്രിയദർശിനി എന്ന പദ്ധതിയിലൂടെ അവരെ ചേർത്ത് പിടിച്ചതിൽ നമ്മുടെ ഗതാഗത മന്ത്രി PC ജോൺ സാറിന് ഒരുപാട് നന്ദി അറിയിക്കുന്നു. ഒരുപാട് സന്തോഷം. നമ്മുടെ സർക്കാർ ഈ പദ്ധതിയിൽ നമ്മളെ ഉൾപ്പെടുത്തിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. നമ്മുടെ സ്വതന്ത്ര ഭാരതത്തിൻ്റെ ചരിത്രത്തിലെ ബഹുമാന്യനായ മുഖ്യമന്ത്രി VD സതീശൻ നടത്തിയിട്ടുള്ള ഐതിഹാസികമായ ചരിത്രയാത്രയാണ്. സ്ത്രീ സമത്വത്തിൻ്റെ, സ്ത്രീ ശാക്തീകരണത്തിൻ്റെ ഐതിഹാസികമായ മാതൃകയാണ്. മന്ത്രിമാരും ജനപ്രതിനിധികളുടെ പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനങ്ങൾ നിർവഹിച്ചു. രമേശ് ചെന്നിത്തല പങ്കെടുത്തത് തൃശൂരിൽ. ആദ്യ യാത്രയ്ക്കെത്തിയ സ്ത്രീകൾക്ക് ജീവനക്കാരും സംഘടനാ പ്രവർത്തകരും മധുരം നൽകി. വിവിധയിടങ്ങളിൽ വിവിധ മേഖലകളിൽ നിന്നുള്ള വനിതകൾ ആദ്യ സർവീസുകളിലെ യാത്രക്കാരായി. അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതിന്റെ പുറകിൽ ഒരുപാട് ആൾക്കാരുടെ എഫേർട്ട് ഉണ്ട്. അപ്പൊ ആ എഫേർട്ടിനെല്ലാം അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ഇത് ഒരുപാട് കാലം വിജയകരമായി മുന്നിലേക്ക് പോട്ടെ. സൗജന്യ യാത്ര ലഭ്യമാകുന്ന ബസ്സുകളിലെല്ലാം പ്രിയദർശിനി സൗജന്യ യാത്ര എന്നെഴുതിയ സ്റ്റിക്കറുകൾ പതിച്ചിട്ടുണ്ട്. സൗജന്യ യാത്രയ്ക്ക് സീറോ ടിക്കറ്റ് നിർബന്ധമാണ്. 15 കിലോഗ്രാം വരെ ലഗേജ് അനുവദിക്കും. അധിക ലഗേജിന് ചാർജ് ഈടാക്കും. സ്ത്രീകൾക്കൊപ്പമുള്ള 11 വയസ്സിന് മീതെ പ്രായമുള്ള ആൺകുട്ടികൾക്ക് ഹാഫ് ടിക്കറ്റ് എടുക്കണം. പുരുഷന്മാർക്കും പ്രിയദർശിനി ബസ്സുകളിൽ യാത്ര ചെയ്യാം, പക്ഷേ ടിക്കറ്റ് എടുക്കണം. പ്രിയദർശിനി സൗജന്യ യാത്ര സാധാരണക്കാരായ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസമാണെങ്കിലും കൂടുതൽ സ്ഥലങ്ങളിലേക്ക് ഓർഡിനറി ബസ്സുകൾ വ്യാപിപ്പിക്കണമെന്ന ആവശ്യമാണ് ഉയരുന്നത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ടീം ന്യൂസ് മലയാളം.